ഞാൻ എവിടെയായിരിക്കുമെന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അത്തിയായ മോഹമുണ്ട്. മോഹമല്ല മോഹം. അപ്പോ ഞാനൊരു അക്ഷരത്തെറ്റ് വ്യക്തിയതാണ്. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവ് കമന്റ് കൊണ്ടോണ്ട് പറയും. അപ്പൊ ഇന്ന് സാറ്റർഡേ അപ്പൊ എന്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഈസ്റ്റ് ഹാമിൽ. അതായത് ഇവിടെ ഇപ്പൊ ഈ ടെസ്റ്റോ ഉണ്ട്, ഈസ്റ്റ് ഹാമിൽ പ്രൈമാർക്കുണ്ട്. അതിനിടയിൽ കൂടി വരുന്ന ഒരു വഴിയിലുള്ള ഒരു റെസ്റ്റോറന്റ് പുതിയതായിട്ട് തുടങ്ങിയതാണ് ദേ ചായക്കട. അപ്പോൾ ഈ ദേ ചായക്കടയ്ക്ക് വേറൊരു ബ്രാഞ്ചോ ഒന്നുമില്ല. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ഇനി മാത്രമല്ല പലരുടെയും തെറ്റിദ്ധാരണയാണ് അവർ വേറൊരു ചായക്കടയുടെ ബ്രാഞ്ചാണോ. അങ്ങനെ അല്ലേയല്ല. ഇതേ ചായക്കടയ്ക്ക് ഒരേ ഒരു ബ്രാഞ്ചേ ഉള്ളൂ. അത് ഇവിടെ ഈ ടെസ്കോയുടെ അടുത്ത് പ്രൈമാർക്കിന്റെ അടുത്ത് ഈസ്റ്റ് ഹാമിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ടാകാം. പ്രത്യേകിച്ച് നാട്ടിലുള്ള ആൾക്കാർ UK വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഈസ്റ്റ് ഹാമിൽ താമസിക്കുന്നവരുണ്ടാകും. പക്ഷേ അവർക്ക് നമ്മുടെ നാട്ടിന്റെ രുചികരമായ ഫുഡ് എന്തായിരിക്കും കഴിക്കേണ്ടത്? നാവില് നമ്മുടെ കേരളത്തിന്റെ ഒരു ഫുഡിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എപ്പോഴും എവിടെയും കിട്ടി എന്ന് വരും. പക്ഷേ ഈ റെസ്റ്റോറന്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒട്ടനവധി വിഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതിന്റെ വേറെ വാഴയില, ഊണ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവയാണെങ്കിൽ കമ്പയർ ടു അതർ റെസ്റ്റോറന്റ് അപേക്ഷിച്ച് വിലയും വളരെ മിതമായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്യുക ദേ ചായക്കട. എന്റെ പൊന്നോ, ദേ ചായക്കടയിൽ ഇരുന്നു കൊണ്ടേ ഞാനൊന്ന് അവരെനിക്ക് തന്ന ഒരു ബ്ലൂ ലൈൻ കഴിച്ച് ഞാനൊരു വൈകിട്ടാവൻ അന്നായിടാം. വീണ്ടും തീർന്നിട്ടില്ല ദേ ചായക്കട. എനിക്കറിഞ്ഞൂടെ ഇവരെന്തൊക്കെയാണ് ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. ഈ ഷാപ്പിൽ ചെന്ന് കള്ളു കുടിച്ച് എനിക്ക് കള്ളു കുടിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട ഷാപ്പിൽ ആലപ്പുഴ പോയി കള്ളു കുടിക്കാൻ ആവാഹിച്ചു കൊണ്ടുവരിക. ഇത് വന്നിട്ട് പായസം വിത്ത് ബോളി. തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രധാന ഇതാണ് ബോളി. ഈ ബോളിയും ഈ പായസവും കഴിക്കാനായിട്ട് നമ്മളെ തിരുവനന്തപുരത്ത് എപ്പോഴും നമ്മൾ അലഞ്ഞു നടക്കാറുണ്ടല്ലോ. ഇപ്പോ ഞാൻ ഇരിക്കുന്നത് ദേ ചായക്കടയുടെ അകത്ത് ഇരിക്കുകയാണ്. ഇതാ ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് വരട്ടെ, വല്ലതും തരുമോ അപ്പികളെ കഴിക്കാൻ? സെർവ് ചെയ്യപ്പി. ഇതെന്തോ നാരങ്ങ തന്നെ. നാട്ടിലെ അതേ ടേസ്റ്റ്